എല്ലാവർക്കും നമസ്കാരം. രത്നം വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കണ്ടില്ലേ, മഞ്ഞക്കോര, ചെങ്കലവ, കിളിമീൻ എന്നൊക്കെ പറയും. ഞങ്ങളിവിടെ മഞ്ഞക്കോര എന്നും ചെങ്കലവ എന്നും കോമൺ ആയിട്ട് പറയുന്ന വാക്ക്. അപ്പോൾ ഇത് വെച്ച് ഞാനൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തയ്യാറാക്കാൻ പോവുകയാണ്. പല കറികളും ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് കോര വെച്ച്, പക്ഷേങ്കിൽ ഇത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കറിയാണ്. തേങ്ങാപ്പാലിലാണ് ഞാനിത് കറി തയ്യാറാക്കുന്നത്. ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇത് വെട്ടി തേച്ച് കഴുകി ഞാൻ എടുത്തുകൊണ്ട് വരാം. അപ്പം ഞാൻ മീനൊക്കെ വെട്ടി തേച്ച് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഒരു 6 മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ചെങ്കലവ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ചേർക്കാനായിട്ട് ഒരു ചെറിയ തേങ്ങയുടെ 1/2 ഗ്ലാസ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്ത 1-ാം പാലും 1.5 ഗ്ലാസ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്ത 2-ാം പാലുമാണിത്. ഇതിലേക്ക് ചേർക്കാൻ ഞാനൊരു മീഡിയം പരുവത്തിലുള്ള സവാള എടുത്തിട്ടുണ്ട്. നമുക്ക് 6 മീനേ ഉള്ളൂ. അപ്പോൾ ഒരു 5-8 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്, അരിഞ്ഞ് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, തക്കാളി, ഒരു 2 ചെറിയ തക്കാളിയായിരുന്നു. പിന്നെ ഒരു 3-4 പച്ചമുളകും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ ഞാനൊരു 1.5 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും നമ്മൾ ആവശ്യത്തിന് പിന്നെ പച്ചമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ അടിക്കായിപ്പോയി. കുരുമുളക് ഒരു 1/4 സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കറി, പിന്നെ നമ്മുടെ ഉലുവയാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 2 കഷ്ണം പുളി എടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള പുളിയാണ്. 2 കഷ്ണം ഇട്ടാലും നല്ല പുളിയായിരിക്കും. ചിലപ്പോൾ പുളി കൂടുവാണെങ്കിൽ 1 കഷ്ണം ഞാനിങ്ങ് എടുക്കും. അപ്പോൾ 2 കഷ്ണം പുളിയും കൂടെ എടുത്തിട്ടുണ്ട്. തൂട്ടുപുളിയാണേ. അപ്പം നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുന്നുള്ളൂ. 1 ടേബിൾ സ്പൂൺ മതി. അപ്പം നമ്മുടെ എണ്ണയൊന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായി. ഇതിലേക്ക് ഞാൻ ഉലുവ ഇട്ട് കൊടുക്കുവാണേ. 1/4 സ്പൂൺ ഉലുവയാണ്. ഒന്ന് പൊട്ടട്ടെ. ഉലുവ പൊട്ടി. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. വലിയ ഉള്ളി, സവാള ഉള്ളി ഇട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് ഉപ്പിട്ട് കേട്ടോ. അതിനകത്ത് ഉപ്പിട്ട് കാണിക്കാൻ വിട്ടുപോയി. അതൊന്ന് മൂത്ത് വരട്ടെ. സവാള മൂത്തങ്ങ് ക്രിസ്പി ആവണ്ട കേട്ടോ, മൂത്ത് വേവണം. അപ്പോൾ നമുക്കിതിലേക്ക് പച്ചമുളകും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. മൂക്കട്ടെ. പച്ചമുളകും സവാള എല്ലാം കൂടെ ഒന്ന് മൂക്കട്ടെ. കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില എത്ര വേണമെങ്കിലും ഇടാം കേട്ടോ. നമ്മുടെ വീട്ടിൽ കറിവേപ്പില, നമ്മൾ നാടൻ കറിവേപ്പില ഉപയോഗിക്കാറ്. എത്ര ഇല്ലെങ്കിലും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് മൂത്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ സവാളയും പച്ചമുളകും എല്ലാം ഒന്ന് മൂത്ത് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മസാലപ്പൊടി മൂത്തതിന് ശേഷം തക്കാളി ഇടത്തുള്ളൂ. എപ്പോഴും പറയുന്ന കാര്യം, തക്കാളിയുടെ വെള്ളം കൊണ്ട് നമ്മുടെ മസാല ചിലപ്പോൾ മൂക്കത്തില്ല. അപ്പോൾ നമുക്ക് മസാല ഇട്ടതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ശരി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. ഈ മസാല ഒന്ന് മൂക്കട്ടെ. അപ്പോൾ നമ്മുടെ ഈ മസാല ഇവിടെ മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിനകത്തേക്കൊന്ന് മൂപ്പിക്കാം. നമുക്ക് ആ വെള്ളം ഇറങ്ങി ഒന്ന് മൂത്ത് വരട്ടെ.
അപ്പം നമ്മുടെ മസാലയെല്ലാം മൂത്ത് തക്കാളി ഇട്ട് മൂപ്പിച്ചിട്ടുണ്ട്. തക്കാളി അങ്ങ് ഉടഞ്ഞു പോകണ്ട കേട്ടോ, ഇതിനകത്ത് കിടന്നങ്ങ് വെന്തോളൂ. അപ്പം നമുക്കിതിൽ ഇനി എന്താ വേണ്ട, തേങ്ങാപ്പാൽ 2ാം പാൽ ഒഴിച്ച് കൊടുക്കാം. ഇതാ രണ്ടാം പാൽ ഒഴിച്ചിട്ട് നമ്മളിതിലേക്ക് പുളിയും ചേർത്ത് കൊടുക്കും. 2 കഷ്ണം പുളി എടുത്തിട്ടുണ്ട്. അപ്പോഴേ നമുക്ക് 6 മീൻ വേവാനുള്ള മസാലയും അതിൻ്റെ ചാറും ഉണ്ട്, വെള്ളമുണ്ട്. ഇത് വെന്ത് പറ്റണമല്ലോ. അപ്പോൾ നമ്മുടെ വലിയ ചട്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ചായിട്ട് തോന്നിക്കുന്നത്. അപ്പം ഇതിൻ്റെ വലുപ്പത്തിലുള്ള ചട്ടിയായിരുന്നു ഇതേ രീതിയിൽ അതിനോട് ചേർന്ന് കിടന്നേനെ. അപ്പോൾ നമ്മുടെ ഇതേ രീതിയിലായിട്ടുണ്ട് ലൂസ്. ഇനി മീൻ വെന്തൊക്കെ ഇറങ്ങണ്ടേ, അത് കഴിഞ്ഞ് 1ാം പാലും ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മളിതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. കല്ലുപ്പാണ് ആവശ്യത്തിന് ചേർക്കാനുള്ള ഉപ്പ്. ഇപ്പോൾ 1/4 സ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. അപ്പം നമ്മുടെ ഈ മസാലക്കൂട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ തിളച്ചിട്ടുണ്ട്. നമുക്ക് മീൻ ഇതിലേക്ക് പറക്കിയിട്ട് കൊടുക്കാം. മീനെല്ലാം പറക്കിയിട്ട് നമുക്കിന്ന് താഴ്ത്തി കൊടുക്കാം. അടുപ്പിനകത്ത് താഴ്ന്ന് കിടന്ന് വേണം മീൻ. നമ്മളിത് മാംസത്തിന് കട്ടിക്കുറവായതുകൊണ്ടേ ഇതിട്ട് നമ്മൾ വെന്ത് കഴിഞ്ഞാൽ പിന്നെ തവിയിട്ട് ഇളക്കാൻ പാടില്ല. അപ്പം ഞാനിപ്പോൾ ഒന്ന് കൂട്ടി ഇളക്കുക. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് നമ്മുടെ മീൻകറി. ഇപ്പം തന്നെ നല്ല മണവും ഒക്കെ വരുന്നുണ്ട്. അപ്പം ഇതിങ്ങനെ കിടന്നൊന്ന് നന്നായിട്ട് തിളച്ച് ഒന്ന് വേവട്ടെ. നമുക്കിതൊന്ന് പതിവ് പോലെ അടയ്ക്കുന്ന പോലെ ഒന്ന് അടച്ചു കൊടുക്കാറുണ്ട്. അതേ രീതിയിൽ ഇങ്ങനെ അടയ്ക്കാറുള്ളത്. അപ്പോൾ കുത്തിളയ്ക്കാൻ അനുവദിക്കാതെ കുത്തിളച്ച് കഴിയുമ്പോൾ നമ്മളങ്ങ് സിമ്മാക്കും. അപ്പം നമ്മുടെ മീനിവിടെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മീഡിയം പരുവത്തിലിട്ട് അല്ലെങ്കിൽ സിമ്മിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. അപ്പോൾ അതവിടെ കിടന്ന് വെന്ത് എണ്ണ തെളിഞ്ഞ് വരട്ടെ. അതുവരെ വെയിറ്റ് ചെയ്യാം. തവിയൊന്നും ഇട്ട് ഇളക്കരുത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കണം, ചുറ്റിച്ച് കൊടുക്കണം. അപ്പോൾ ഇത് നമുക്ക് അടച്ചു വെക്കാം. കണ്ടില്ലേ, എണ്ണയൊക്കെ ഇറങ്ങി നല്ല ഭംഗിയായിട്ട് വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. ശകലവും കൂടെ പറ്റിട്ടോ. നമുക്കിത് തേങ്ങാപ്പാൽ 1ാം പാൽ ഒഴിക്കേണ്ടതല്ലേ. കുറച്ച് വെള്ളം കൂടെ ഒന്ന് പറ്റിക്കോട്ടെ. ഇത് എണ്ണ ഒന്നുകൂടെ തെളിയട്ടെ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇതേ രീതിയിൽ ആയിട്ടുണ്ട്. ഇല്ലേ, നല്ല പറ്റി ഉറുകിയിട്ടുണ്ട്. നമുക്കിനി 1ാം പാലോടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അകത്തേക്കാണ് വീഡിയോ ഒഴിക്കുന്നത്, കൊണ്ടാണ്. അപ്പം നമ്മളെ ഈ ചാറ് തേങ്ങ ഒഴിച്ചാൽ, തേങ്ങാപ്പാൽ ഒഴിച്ചാൽ പിന്നെ തിളപ്പിക്കരുതെന്നൊക്കെ പറയും. പക്ഷേ ഇതൊന്ന് ചൂടാവണമല്ലോ, അല്ലെങ്കിൽ അതിനകത്ത് കൂടി യോജിക്കത്തുള്ളൂ. ഞാനിതൊന്ന് ചുറ്റിച്ച് വരട്ടെ, ചുറ്റിക്കട്ടെ. അപ്പം ഞാനിത് ചുറ്റിച്ചു. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. അതേ തിളക്കി തന്നെ നിന്നതാണ്, പിന്നെ തിളപ്പിച്ചില്ല. ഇനി തിളപ്പിച്ചാലും കുഴപ്പമൊന്നും പിരിയത്തില്ല കേട്ടോ. നമ്മൾ അധികം ഇട്ടൊക്കെ തിളപ്പിക്കുന്നില്ല. ഇപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഞാൻ ഉപ്പൊക്കെ നോക്കി, നന്നായിട്ട് ഉപ്പുമുണ്ട്, പുളിയുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. നമുക്ക് ചപ്പാത്തി കഴിക്കാനും ചോറ് കഴിക്കാനും ഇടിയപ്പം കഴിക്കാനും പിന്നെ പൊറോട്ട കഴിക്കാനും ഒക്കെ നല്ലൊരു കറിയാണ്. നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ ഇത് സ്റ്റൗ ഓഫ് ചെയ്യണം. അപ്പോൾ കണ്ടില്ലേ, തീ ഓഫ് ചെയ്തതാണ് കേട്ടോ. എന്നിട്ടും തിള അങ്ങോട്ട് നിൽക്കുന്നില്ല. അപ്പം ആദ്യം നമ്മളുടെ വയനാടിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അത് തന്നെ പറയാനങ്ങ് വിട്ടുപോയി, ക്ഷമിക്കണം. ഇനി എന്തെങ്കിലും തന്നെ സഹായമൊക്കെ കൊടുക്കണമെന്നുണ്ട്. നമ്മളും സഹായിക്കണമല്ലോ, സഹായിക്കും കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടി, ഈ മരിച്ചവരുടെ ആത്മാവിന് വേണ്ടിയും അവരുടെ കുടുംബത്തിന് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളുടെ ഈ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സഹായിക്കണം. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.